സുഹൃത്തുക്കളെ, വിജയാണ്. ഞാനിന്നുണ്ടല്ലോ മറ്റൊരു ഔഷധ സസ്യമായിട്ട് നിങ്ങളുടെ അടുത്തെത്തിയിട്ടുണ്ട്. ഇതാണ് കുറുന്തോട്ടി എന്ന് പറയുന്നത്. നിങ്ങൾക്കെല്ലാം സുപരിചിതമായിരിക്കും ഈ കുറുന്തോട്ടി. മാൽവേസി സസ്യകുടുംബത്തിൽപ്പെട്ടാണിത് കേട്ടോ. സൈഡ റെറ്റ്യൂസ എന്നാണ് ഇതിൻ്റെ ശാസ്ത്രനാമം. സംസ്കൃതത്തിൽ നിന്ന് ബല, മഹാസമങ്ക എന്നൊക്കെ പറയും. വാതരോഗങ്ങൾ, തണ്ണീർദാഹം എന്നിവയ്ക്ക് ഉത്തമ പ്രതിവിധിയാണ് കുറുന്തോട്ടി. കൂടാതെ വായുമുട്ടൽ, ക്ഷതം, ചുമ, പിത്തം, രക്തദോഷം എന്നിവയെ ശമിപ്പിക്കും. കുറുന്തോട്ടിയിൽ ആൽക്കലോയിഡ് അടങ്ങിയിട്ടുണ്ട്. കൂടാതെ പൊട്ടാസ്യം നൈട്രേറ്റ്, റെസിൻ, സ്റ്റിറോയിഡുകൾ എന്നിവ അടങ്ങിയിട്ടുണ്ട്. പ്രസവരക്ഷയ്ക്ക് കുറുന്തോട്ടി പാൽക്കഷായം വെച്ച് കുടിക്കാറുണ്ട്. കുറുന്തോട്ടി രണ്ട് തരമുണ്ട്: വലിയ കുറുന്തോട്ടി, ചെറിയ കുറുന്തോട്ടി. സാധാരണ ചെറിയ കുറുന്തോട്ടിയാണ് ഔഷധത്തിനെടുക്കുക. ചില പാൽക്കഷായങ്ങൾക്ക് വലിയ കുറുന്തോട്ടി എടുക്കാറുണ്ട്. ഇതിപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്നത് ചെറിയ കുറുന്തോട്ടിയാണ്. ഈ കുറുന്തോട്ടി, ചെറിയ കുറുന്തോട്ടിൻ്റെ രണ്ട് കളറിലുണ്ട്. വെള്ളയുണ്ട്, ഇതുണ്ട്, നീലയുണ്ട്. തണ്ടിന് നീല കളറുണ്ട്. കുറുന്തോട്ടി വേരും തണ്ടും ഉപയോഗിക്കും. ഇതിൻ്റെ ഇല താളിയായിട്ട് തലയിൽ തേക്കാം. ചൊറിച്ചിരങ്ങൾ മാറും. അതല്ല താരന്, പേന് എല്ലാം മാറും. തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടും ഈ ഇല താളിയായിട്ട് തേച്ച് കഴിഞ്ഞാൽ. കുറുന്തോട്ടികൾ ചുമട് താങ്ങാം എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അതായത് അത്രയ്ക്ക് ശരീരബലം കിട്ടും കുറുന്തോട്ടി കഷായം കുടിച്ചാൽ. നിത്യവും കുറുന്തോട്ടി വേര് ചതച്ചിട്ട് കഷായം വെച്ച് കുടിച്ചാൽ ശരീരബലം ഉണ്ടാകും. അതുകൊണ്ടാണ് കുറുന്തോട്ടികൾ ചുമട് താങ്ങാം എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഒന്ന് ഫോളോ ചെയ്തോളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. വിജയ്.